പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. രാഹുൽ ഗാന്ധി സമാധാനത്തിനായി വയനാട്ടിലെത്തിയപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് ഞെട്ടലിലാണ്. പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. മുതിർന്ന നേതാവ് അശോക് ചവാൻ BJPയിലെത്തി ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടി വിട്ട് BJPയിൽ ചേരാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസിന്റെ അധികായന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമൽനാഥ് BJPയിൽ ചേരുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏറെക്കാലമായി കോൺഗ്രസിന്റെ അകത്ത് കമൽനാഥ് അസ്വസ്ഥനായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു. കമൽനാഥ് ഡൽഹിയിലെത്തിയതും മകനും MP-യുമായ നകുൽനാഥ് ട്വിറ്റർ ബയോയിൽ കോൺഗ്രസ് എടുത്തുമാറ്റിയതും വളരെ സൂക്ഷ്മമായാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നോക്കിക്കാണുന്നത്. പാർട്ടിക്കുള്ളിൽ കമൽനാഥിന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി സഞ്ജൻ വർമ്മ പറയുന്നു. കമൽനാഥ് അപമാനിതനായെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANI-യോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ തിരക്കിലാണ്. മുതിർന്ന നേതാക്കളായ ജയറാം രമേശ്, KC വേണുഗോപാൽ എന്നിവരാണിപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടാത്തത് കൊണ്ടാണോ കമൽനാഥ് പാർട്ടിയിൽ അസ്വസ്ഥനാണ് എന്ന ചോദ്യത്തിന് അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നായിരുന്നു അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം. മധ്യപ്രദേശ് തോൽവിയെ തുടർന്ന് PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയും രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുകയും ചെയ്ത നിരാശയിൽ BJPയിൽ ചെന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനും മധ്യപ്രദേശിൽ നിന്നുള്ള ഏക കോൺഗ്രസ് MP-യുമായ നകുൽനാഥ് സമൂഹമാധ്യമ അക്കൗണ്ടിൽ നിന്ന് കോൺഗ്രസ് ഒഴിവാക്കിയതും അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നു. ഡൽഹിയിലുള്ള കമൽനാഥ് BJP നേതാക്കളെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് സൂചന. 3 കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിലെത്തുമെന്ന് മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നകുൽനാഥിന്റെ മണ്ഡലമായ ചിന്ദ്വാരയിൽ കോൺഗ്രസ് പ്രവർത്തകരുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് കമൽനാഥ് ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയത്. നകുൽനാഥും ഡൽഹിയിലുണ്ട്. BJP പ്രവേശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാതെ എന്തുണ്ടെങ്കിലും നിങ്ങളോട് പറയുമെന്ന മറുപടിയാണ് കമൽനാഥ് നൽകിയത്. മാധ്യമപ്രവർത്തകരോട് ആവേശം കൊള്ളേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെ ചൊല്ലി രാഹുൽ ഗാന്ധി പരസ്യമായി തള്ളിപ്പറഞ്ഞതും PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതും കമൽനാഥിനെ അസ്വസ്ഥനാക്കിയിരുന്നു. 2020 കമൽനാഥ് നയിച്ച കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിൽ ചേർന്നത് സംസ്ഥാനത്ത് പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരുന്നു. അടുത്തിടെയാണ് മഹാരാഷ്ട്രയിൽ മിലിന്ദ് ദേവറ മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും പാർട്ടി വിടുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.